പ്രിയപ്പെട്ട കവി ഇസ. മാസ്റ്ററെ ഇസ കോബയാഷി എന്ന് വിളിക്കാനായിരുന്നു കുട്ടികൾക്കിഷ്ടം. അദ്ദേഹത്തോടുള്ള സ്നേഹം ഈരടികളാക്കി. ഇസ കോബയാഷി മാസ്റ്റർ, നമ്മുടെ വയസ്സൻ മാസ്റ്റർ, മൊട്ടത്തളിയൻ മാസ്റ്റർ എന്നിങ്ങനെ. കുട്ടികൾക്കറിയാം, കോബയാഷി എന്നത് മാസ്റ്ററുടെ കുടുംബ പേരാണ്. 19-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന വിഖ്യാതനായ ഹൈക്കു കവി ഇസ കോബയാഷിയുടെ അതേ പേര്. ഇസയുടെ ഹൈക്കു ശകലങ്ങൾ മാസ്റ്റർക്ക് ഹരമായിരുന്നു. കൂടെ കൂടെ അദ്ദേഹം അവ ഉദ്ധരിക്കും. ആ ശകലങ്ങൾ കേട്ട് ഇസ കോബയാഷി കുട്ടികൾക്ക് സുപരിചിതനായി തീർന്നു, പ്രിയപ്പെട്ട ചങ്ങാതിയായി തീർന്നു, തങ്ങളുടെ ഹെഡ്മാസ്റ്ററായ സൊസാക്കു കോബയാഷിയെ പോലെ. ഇസ എല്ലായ്പ്പോഴും സത്യങ്ങൾ മാത്രം പറഞ്ഞു. ജീവിതത്തിൽ ലളിതമായ കാര്യങ്ങളായിരുന്നു അദ്ദേഹത്തിന്റെ വിഷയം. ആ ലാളിത്യത്തെ മാസ്റ്റർ സ്നേഹിച്ചു. ആയിരക്കണക്കിന് ഹൈക്കു കവികൾ ഉണ്ടായിരുന്ന ആ കാലത്ത് ആർക്കും അനുകരിക്കാനാവാത്ത വിധം തന്റേതായ ഒരു ഹൈക്കു കാവ്യലോകം ഇസ സൃഷ്ടിച്ചു. മിക്കപ്പോഴും ശിശുസഹജമായ സാരല്യം വന്നു നിറയുന്ന ആ ഈരടികളോടുള്ള ആദരവ് മൂലം അവസരം കിട്ടുമ്പോഴെല്ലാം മാസ്റ്റർ അവ ചുമയിലെ കുട്ടികളെ പഠിപ്പിച്ചു. പലതും അവർക്ക് കാണാപ്പാടമായിരുന്നു. ഈർക്കിളി തവളെ കീഴടങ്ങേണ്ട നീ ഇസ നിൽപ്പുണ്ട് നിൻചാരെ, പാറിപ്പറക്കുന്ന കുരുവികളെ വഴിതെരു നിങ്ങൾ, യാഗക്കുതിരയ്ക്ക് കുതിക്കാൻ വഴിതെരു നിങ്ങൾ, വിട്ടായി ചേക്കുകി പ്രാണിയെ നീ കാലിട്ടടിച്ചത് കരനേക്കിരിക്കുന്ന പാവം. ഒരിക്കൽ ഒരു ഹൈക്കു ശകലം മാസ്റ്റർ ഈണത്തിലാക്കി. അത് എല്ലാവരും ചേർന്ന് പാടി. എന്നോട് കൂടി കളിക്കാൻ പോരുക കുഞ്ഞിക്കുരുവികളെ, നിങ്ങൾ അമ്മയില്ലാത്തോടനാഥരല്ലേ. പാഠ്യ പദ്ധതിയിൽ ഒരു ഇനമല്ല തീർന്നിട്ടുകൂടി മാസ്റ്റർ പതിവായ ഹൈക്കു ക്ലാസുകൾക്ക് വേണ്ടി സമയം കണ്ടെത്തിയിരുന്നു. കൊച്ചു തോട്ടോയും ജീവിതത്തിൽ ആദ്യമായി ഒരു ഹൈക്കു ചമച്ചു. ഒരു ചിത്രകഥാ പരമ്പരയിലെ തന്റെ ഇഷ്ട കഥാപാത്രമായ നോറാക്കുറോ എന്ന നായയെ കുറിച്ചായിരുന്നു അത്. തെരുവിൽ അലിഞ്ഞു നടന്നിരുന്ന ഈ കറുമ്പൻ നായ ബഹുസാമർത്ഥ്യക്കാരനാണ്. അവൻ രഹസ്യമായി സൈന്യത്തിൽ ചേരുകയും ക്രമേണ കീഴ്വഴക്കങ്ങളെല്ലാം തെറ്റിച്ചു ഉദ്യോഗ കയറ്റം നേടി പ്രസിദ്ധനാവുകയും ചെയ്തുവത്രേ. കുട്ടികൾക്കുള്ള ഒരു പ്രസിദ്ധീകരണത്തിലായിരുന്നു ഈ വീരസാഹസിക കഥ വന്നുകൊണ്ടിരുന്നത്. കറുമ്പൻ നായ പട്ടാളത്തിന് പിരിച്ചുവിട്ടവൻ കടൽ കടന്നവൻ കറങ്ങാൻ പോയല്ലോ. ടോട്ടോ ചാന്റെ ഹൈക്കു കേട്ട് മാസ്റ്റർ പറഞ്ഞു, കൊള്ളാം, പക്ഷെ സത്യമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ഹൈക്കു ഉണ്ടാക്കാൻ ശ്രമിക്കണം. നീ ആലോചിക്കാറുള്ള നിന്റെ മനസ്സിലുള്ള കാര്യങ്ങളെ കുറിച്ച്. അവളുടെ എത്ത് ശരിയായ അർത്ഥത്തിലുള്ള ഒരു ഹൈക്കു അല്ല എന്നത് നേര്. പക്ഷെ ആ പ്രായത്തിൽ അവളിൽ മതിപ്പുളവാക്കിയ കാര്യങ്ങൾ എന്തൊക്കെയെന്ന് അത് ശരിക്കും വ്യക്തമാക്കുന്നുണ്ട്. മാമൂൽ അനുസരിച്ചുള്ള 5-7-5 അക്ഷരക്രമത്തിലല്ല അവൾ ഹൈക്കു രചിച്ചത്. പക്ഷെ അവൾ നോക്കിയപ്പോൾ ഇസയുടെ പാറി പറക്കുന്ന കുരുവികൾ പദവൃത്തത്തിലല്ല, അതിന്റെ ക്രമം 5-8-6 പിന്നെന്താ, തനിക്ക് തോന്നിയ താളത്തിൽ എഴുതിയാൽ 5-7-7 അവൾ അങ്ങ് തീരുമാനിച്ചു. കുഹോൺ ബച്ചുവയിലേക്കുള്ള യാത്രകൾക്കിടയിലോ അസംബ്ലി ഹാളിൽ തന്നെ ഒത്തുകൂടിയിരുന്നു നേരം പോക്കുന്ന മഴക്കാലങ്ങളിലോ ഒക്കെയും ടോമസ് കൊള്ളി ഇസ ആയ കോബയാഷി മാസ്റ്റർ കുട്ടികളോട് ഹൈക്കു ശകലങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. ജീവിതത്തെയും പ്രകൃതിയെയും കുറിച്ചുള്ള തന്റെ ചിന്തകൾ അവതരിപ്പിക്കുന്നതിന് പോലും ഹൈക്കുവാണ് അദ്ദേഹം ഉപയോഗിക്കാറ്. ഒരുപക്ഷെ ചില ശകലങ്ങൾ പ്രിയപ്പെട്ട ഇസ ചോമയ്ക്ക് വേണ്ടി തന്നെ എഴുതിയവയായിരിക്കണം. നോക്കൂ. മഞ്ഞുരുകി മറഞ്ഞു, പെണ്ണത്രേ പോടും തന്നെ, കുഞ്ഞുങ്ങൾ നാട്ടിൻ പുറമാകെ നിറഞ്ഞു.